ഇവിടെ സലഫി സമൂഹത്തിന്റെ മുന്നിൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടോ? അതുപോലെ തന്നെ സലഫി സമൂഹത്തിന്റെ മുന്നിൽ ഏതെങ്കിലും പോലീസ് മേധാവികളുണ്ടോ? ധൈര്യത്തെ കടന്നു വരാം, സ്വാഗതം ചെയ്യുന്നു, അന്വേഷിക്കാം. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ ശാഖകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ ശാഖയിൽ മെമ്പർഷിപ്പുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരാണ്. ആർക്കും പരിശോധിക്കാം ഒരു ശാഖയിൽ എത്ര അംഗങ്ങളുണ്ട്, അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ, അവരുടെ ജനനത്തീയതി എന്താണ്, അവരുടെ അഡ്രസ് എന്താണ്, അവരുടെ ഫോൺ നമ്പർ എന്താണ്. ശാഖാതലം മുതൽ മണ്ഡലം തലം മുതൽ ജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെ സർവ്വതും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, രേഖയുണ്ട്. ആർക്കും എപ്പോഴും വന്ന് പരിശോധിച്ചു പോകാം. സുതാര്യമാണ് ഈ പ്രസ്ഥാനം. പള്ളികളിലേക്ക് ധൈര്യത്തെ വരാം, നോക്കാം അവിടെ എന്തെങ്കിലും മാരകായുധങ്ങളുണ്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് നമ്മുടെ ആ വടിചെത്തി കുറിപ്പിച്ച വാള് പോലും നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ല. സാധാരണ നമുക്കറിയാം വടിചെത്തി കുറിപ്പിച്ചൊരു വാളുണ്ടല്ലോ, വടിയുണ്ടല്ലോ, അതിങ്ങനെ ചെത്തിക്കുറിപ്പിച്ചിട്ട് അലൂമിനിയത്തിന്റെ പെയിന്റ് അടിച്ചൊരു വാളുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചില പള്ളിയിൽ. അത് കണ്ട് തെറ്റിദ്ധരിച്ച മനുഷ്യന്മാരുണ്ട്. ഇതെന്താ ഇതിന്റെ അകത്ത് പഴയ ആ വേലുത്തമ്പി തളവയൊക്കെ പിടിക്കുന്ന സൈസ് വാളാ, ചെറിയ വാളൊന്നുമല്ല, അത് വാളുമല്ല. പലയിടത്തും ഈ പറഞ്ഞ വടി ഇങ്ങനെ കുറിപ്പിച്ചിട്ട് ഇങ്ങനെ അലൂമിനിയത്തിന്റെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലും ഈ സലഫി പള്ളിയിൽ കാണില്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവിടെ റെയ്ഡ് ഇവിടെ റെയ്ഡ്, ഭയങ്കര റെയ്ഡ്, അവിടെ റെയ്ഡ് ഇവിടെ റെയ്ഡ്, 4 പേര് റെയ്ഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ റെയ്ഡ് നടക്കണം ഇവിടെ റെയ്ഡ് നടക്കാണ്. ഒരു പുസ്തകം പിടിച്ചോണ്ട് പോയിട്ടില്ല. നേരെ മറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ പേരെന്താ? രാമചന്ദ്രൻ. നിങ്ങളുടെ പേരെന്താ? ഫിലിപ്പ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഔസേപ്പ്. എന്താണ്? അല്ല, ഞങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ആക്ഷേപം വന്നിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. ആയിക്കോട്ടെ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ കമ്പ്യൂട്ടർ തുറന്നാണ്, അതാ കമ്പ്യൂട്ടർ തുറന്നു കൊടുത്തു, നോക്കിക്കോ. നിങ്ങളുടെ മാസികൾ വേണം, 2 കൂടുതൽ പിടിച്ചോ. ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോ സാറേ ഒരു സാധനം കൂടെ തരാം. എന്താ? ഖുർആന്റെ ഒരു കോപ്പിയാ കയ്യിൽ വെച്ചോ. അല്ല, കാശൊന്നും വേണ്ട, ഫ്രീയാ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അല്ലാതെ വന്ന ആളുകൾ കൈ നിറയെ പുസ്തകങ്ങളുമായിട്ടാ പോയത്. എന്തിനാ? വീട്ടിൽ പോയിട്ട് വായിച്ചു പഠിക്കാൻ. വീട്ടിൽ പോയിട്ട് വായിച്ചു പഠിക്കാൻ ഇസ്ലാം എന്താണ്. അല്ലാതെ കേറിയിട്ട് ആ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്, അത് ഭരണഘടനക്കെതിരായ പുസ്തകമാണ് കേട്ടോ, അത് കോടതിയിൽ ഹാജരാക്കും, അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ആർക്കും എവിടെയും എപ്പോഴും ആരുടെ മുന്നിലും പറയാവുന്ന ആദർശമേ ഉള്ളൂ. ഇതിന്റെ രാവും പകലും ഒരുപോലെയാണ്, ഇതിന്റെ ഉച്ചയും പാതിരാത്രിയും ഒരുപോലെയാണ്. ഒരു മറയുമില്ല, ഒരു ഒളിവുമില്ല. കൃത്യമായി ഒരു സമൂഹത്തിന്റെ മുന്നിൽ പറയാവുന്ന ആദർശമാണ്.